ഈ ബാഗ് ഇവിടെ വെച്ചാ മതിയോ? ഓ അത് മതി, നമ്മൾ ഇപ്പൊ ഇനി എത്തുമല്ലോ. ഓ ഇപ്പൊ എത്തും പറയാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 2 ആയി. ഇത് എവിടെയാ ഈ സ്ഥലം? ബാബുവേ, നീ ഇറങ്ങിയല്ലോ കഴിച്ചു. 1 ചിക്കൻ ക്ലിയർ സൂപ്പ്, ബ്രെഡ് ബട്ടർ ജാം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഓ എനിക്കൊരു കട്ടൻ ചായ മതി, മധുരം വിടാതെ. എനിക്കൊരു പാൽ ചായ. ഇവിടെ ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടെ? ഇതാ നമ്മുടെ ആൾക്കാരുടെ കുഴപ്പം, മാനേഴ്സ് ഇല്ല. ഇതാണോ? ഇത് പാപ്പിയാ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ജോർജ് കുട്ടി അകത്താ, വന്നാട്ടെ. ആ ബാഗിങ് എടുത്തോ. ബാഗ് ഇവിടെ ആരൊക്കെയാ ഉള്ളത്? ഇവിടെ ജോർജ് കുട്ടി മാത്രമേ ഉള്ളൂ. അയ്യോ, ഇത്രയും വലിയ ബംഗ്ലാവിൽ ഒരാൾ ഒറ്റയ്ക്കോ? അതിനല്ലേ കൊണ്ടുവന്നേക്കുന്നത്. തുറക്ക്. ജോർജ് കുട്ടി, ഇത് ഞാനാ, കറിയാച്ചൻ, നമ്മുടെ കുട്ടിസാറും ഉണ്ട് കൂടെ. കേശീറ്റ് എവിടെയാ? എന്തോ കേശീറ്റ്? സീറ്റോ? എടാ, ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് കടലാസ് ഇല്ലേ, അതാ അതോ അത് ഇവിടെ ഉണ്ട്. ഈ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടൂടെ? പേഷ്യന്റിന്റെ മുറിയിൽ എപ്പോഴും ഫ്രഷ് എയർ കയറണം. അയ്യോ തുറക്കല്ലേ, ചാൻ ചീത്ത വിളിക്കും. ഹേയ്, ഈ ചായൻ എന്നെ ചീത്തയൊന്നും വിളിക്കുകയല്ല അല്ലേ? രാവിലെ എന്ത് കഴിച്ചു? ഒന്നും കഴിച്ചിട്ടില്ല. ചുട്ട ചമ്മന്തിയും പൊടിയരി കഴിഞ്ഞപ്പോ പഴങ്കഞ്ഞി ആയിണ്ടാവും. ഇന്നലെയാണെങ്കിൽ വെള്ളം കുടിച്ചിട്ടില്ല. അത് പറ്റില്ല. സമയത്ത് ആഹാരം കഴിക്കണം, മരുന്നും കഴിക്കണം, എക്സർസൈസ് ചെയ്യണം, ചൂടുവെള്ളത്തിൽ മേല് കഴുകണം. എല്ലാം കൃത്യസമയത്ത് തന്നെ ഞാൻ ചെയ്യിച്ചിരിക്കും. ഈ ബാഗ് ഒക്കെ എടുത്ത് അങ്ങനെ മുറി കൊണ്ടുവെക്കടാ. യാത്ര കഴിഞ്ഞ് വന്നല്ലയോ, സിസ്റ്റർ അല്പം വിശ്രമിച്ചോട്ടെ. അതെ അതെ. ഡോക്ടർ പറഞ്ഞിട്ടാ ജോർജെ, കുറച്ച് ദിവസത്തേക്ക് ഒരു ഹോം നേഴ്സിനെ നിർത്തണമെന്ന്. അല്ലെങ്കിൽ പിന്നെ ആശുപത്രി പോവേണ്ടി വരും. അത് എനിക്കൊട്ട് പിടിക്കുകയുമില്ല. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പെണ്ണുപിള്ളയാ, അവര് തന്നെ വൃത്തിയായിട്ട് നോക്കിക്കോളും. ഇതൊന്ന് പിടിച്ചേ സിസ്റ്ററെ. ലഞ്ചിനെന്താ? എന്താ ഉച്ചക്ക് കഴിക്കാൻ എന്താന്ന്? പൊടിയരിയുടെ ചോറും മോര് കറിയും ചുട്ട പപ്പടും. പേഷ്യന്റിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് കഴിക്കാൻ എന്താന്ന്. അത് പിന്നെ കറിയാച്ചൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട്. എന്നാൽ എനിക്ക് ഫിഷ് വേണം. അതെയോ? നോൺ വെജ് ഒക്കെ ഉണ്ടാക്കാൻ അറിയോ പാപ്പിക്ക്? അതിപ്പോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാലോ. എന്നാ വറുത്തരച്ചു വെച്ചോ. 2 കഷ്ണം വറുക്കുകയും കൂടി ചെയ്തോ. അപ്പളേ പുള്ളിക്കാരൻ ഒരു ഇത്തിരി ശാഠ്യക്കാരൻ. അതെ, സിസ്റ്റർ ഒന്ന് തഞ്ചത്തിന് നിന്നോണം. ഞാൻ ഇതുപോലെ എത്ര എണ്ണത്തിനെ കണ്ടിട്ടുള്ളത്. സാറുമാര് ധൈര്യമായിട്ട് പോയിക്കോ. എന്നാ ഞങ്ങൾ ഇറങ്ങുക. പാപ്പിയേ. പിന്നെ ഇവിടെ ഇളനീര് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തോ കരിക്കേ? ഉണ്ടല്ലോ. എന്നാ 2 എണ്ണം കിട്ടോ. കരിക്ക്. പ്രിസ്ക്രിപ്ഷൻ നോക്കണ്ടേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താലേ അസുഖം കുറയൂ. ആദ്യം മരുന്ന്.
ഈ മരുന്ന് കഴിക്കേ, എന്നിട്ട് ഈ വെള്ളവും കൂടെ കുടിക്കേ. അവിടെ വെച്ചേക്ക്. ആ, അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. ഇതൊക്കെ സമയാസമയത്തിന് എടുത്തു തരാനാ എന്നെ ശമ്പളം തന്നിവിടെ നിർത്തിയിരിക്കുന്നേ. കഴിക്കുന്നേ. വേണ്ടെങ്കി വേണ്ട അല്ലേ. അയ്യോടി, ഇതാർക്കാ? സിസ്റ്റർക്ക്. ഓ, ഞാൻ കരുതി അതിയാനായിരിക്കുന്നു. ഡോക്ടർ പറയാതെ അതിയാനൊന്നും കൊടുത്തേക്കല്ലേ പാപ്പി. ഞാനതിനൊന്നും ചെയ്യത്തില്ല. ഞാൻ ശോശാമ്മ. ഇവിടുത്തെ അച്ചായന്റെ മോൻ കെട്ടിയിരിക്കുന്നത് എന്റെ മോളെയാ. അവരെങ്ങ അമേരിക്കയിലാ ഡോക്ടറാ. അയ്യേ, ഇങ്ങനെ കൊടുത്താ മേത്തൊക്കെ ആകത്തില്ലയോ പാപ്പി? ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്ക്. അതെ, നമ്മുടെ ഇച്ചായനെ കണ്ടിട്ട് സിസ്റ്ററിന് എന്ത് തോന്നുന്നു? കണ്ടെടുത്തോളം ഇത്തിരി പാടാ. ഈശോ, കണ്ടോടാ പാപ്പി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലയോ, അങ്ങനെ എന്തെങ്കിലും ശാല ഏനക്കേടില്ലാണ്ട് ആശുപത്രിക്കാര് ചുമ്മാ അങ്ങ് പറഞ്ഞു വിടുവോ? ആ, ഇനിയുള്ള കാലം ഇച്ചിരി സമാധാനം കൊടുക്കണം. അല്ലാതെ നമ്മളിപ്പോ എന്നാ ചെയ്യാനാ, ഇല്ലയോ സിസ്റ്ററെ? അതൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കണേ. എടാ, നമ്മുടെ കപ്പ പറിക്കാറായോ? ആ, എന്നാ നീ അതവിടെ വെച്ചേച്ച് 2 വാഴക്കൊലയും 2-3 മൂട് ചേനയും കൂടെ പറിച്ച് ജീപ്പിനകത്തോട്ട് വെച്ചേരെ. ഇവിടെ ഇതൊക്കെ ആര് തിന്നാനാ? ആ, കുറച്ച് ഏലക്കായും കൂടെ എടുത്തു വെച്ചേക്കണം കേട്ടോ. ആ, നീ കാണുന്നില്ലയോടാ? അയ്യോ, ഞാനില്ലേ. അതെന്നാ? എന്നെ കണ്ട അങ്ങേർക്ക് പിടിക്കത്തില്ല. നേരെ അമ്മച്ചി കയറി കണ്ടിട്ട് വേഗം വന്നാ മതി. അല്ലേ, ഇതെന്നെ ഇരുട്ടെ തന്നോ കിടക്കുന്നേ? അമേരിക്കയിൽ നിന്ന് ഇന്നലെയും വിളിച്ചായിരുന്നു. ഇച്ചായൻ ഡിസ്ചാർജ് ആയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെയും പറഞ്ഞു അപ്പനെ ഒന്ന് വിളിയടാന്ന്. വിളിച്ചില്ലായിരുന്നോ? കൊച്ചുമോളും വർത്താനം പറഞ്ഞു. അപ്പടി ഇംഗ്ലീഷാ. എന്നാലും ഗ്രാമ്പാന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ കാര്യമാന്ന്. അറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ അങ്ങോട്ടും പറഞ്ഞു. കുറച്ച് സുഖമായിട്ട് അപ്പാപ്പനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിപ്പിക്കാവെന്ന്. എന്നാ പിന്നെ സുഖമില്ലാതിരിക്കുന്ന അപ്പനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്നും കരുതിയായിരിക്കും അവൻ ഇങ്ങോട്ട് വിളിക്കാഞ്ഞ. ഇനി വിളിക്കുമ്പോ എന്നാ പറയണം? വരാൻ പറയണോ? എന്നാ തന്നെ പറയണ്ടേ? എനിക്കൊന്ന് ഉറങ്ങണം. എന്നാ പിന്നെ ഇച്ചായൻ ഉറങ്ങിക്കോ, ഞാൻ അങ്ങോട്ട് ചെല്ലാം. ഇങ്ങോട്ട് വെച്ചേക്ക. ആദ്യം നമുക്ക് ഈ മരുന്ന് കഴിക്കാം. കഴിച്ചേ. എന്നാ ആദ്യം ചൂടുവെള്ളത്തിലൊന്ന് മേല് തുടയ്ക്കാം. കുളിക്കാത്തതല്ലേ, വിയർപ്പ് നാറും. പാകത്തിനുള്ള ചൂടേ ഉള്ളൂ. ഇനി ഈ ഉടുപ്പൊന്ന് ഊരിയാട്ടെ.
സ്ഥിരം ഇല്ലാത്ത ആളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരികയില്ലായിരുന്നല്ലോ. എന്തായി? ഇങ്ങനെ പോയ ശരിയാവത്തില്ല അച്ചു. അല്ല, ഇവരൊക്കെ ഒന്ന് കാണാൻ നിൽക്കുക. ഇപ്പൊ ആരും കാണാതിരിക്കുന്നതാ നല്ലത്. എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല. ആ പുള്ളിക്കാരനെ മരുന്ന് കഴിച്ചേച്ച് കിടന്ന് മയങ്ങുക. ഇപ്പൊ ആരും കാണണ്ടെന്നാ ഡോക്ടർ പറയുന്നു. ഞാൻ പറയാൻ മൂപ്പാ, എന്നിട്ട് വന്നാ മതി. എന്നാ ചെല്ലെല്ലാരും, വെറുതെ പണിമേനക്കെടുത്തുണ്ട്. ഞാൻ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു നോക്കി. ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്ന പോലുമില്ല. ഞാൻ ചോദിക്കുമ്പോ മരുന്നൊക്കെ കഴിച്ചെന്ന് പറയും. ആഹാരാണെങ്കിൽ കൊണ്ടുവച്ചതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും. എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യം വരും. ദേഷ്യം കാണുമ്പോൾ നമുക്ക് പേടിയാവും. ഇനിയും ഹാർട്ടിൽ വല്ലതും വന്നാലോ? ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇനി എന്തുവാ ഡോക്ടറെ ചെയ്യേണ്ടത്? ഒന്നുകിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യുക, അല്ലെങ്കിൽ ബലമായിട്ടാണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. എന്നാ പിന്നെ അങ്ങനെ വല്ലതും ആയാലോ? വരട്ടെ. ആൾ ഉണർന്നിരിക്കുകയാണോ? അതെ. നമ്മൾ പറയുന്ന മനസ്സിലാവോ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നാ വാടോ. സ്ഥിതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ. കസേര വേണ്ട. അച്ഛൻ അന്ത്യകൂദാശ വന്നതായിരിക്കും. ആയില്ല, കുറച്ചുകൂടെ ബാക്കി കിടപ്പുണ്ട്. എന്റെ ജോർജേട്ടാ, ചുമ്മാ കണാകുണ വർത്താനം പറയാതെ. ദേ, ഈ വർഗീസ് വെളുപ്പാങ്കാലത്ത് വന്ന് നിൽക്കുക. കുറച്ച് കടലാസ് ഏതാണ്ടൊക്കെ ഒപ്പിടാനുണ്ട്. പിന്നെ കണക്കിന്റെ ഏതാണ്ടൊക്കെ പറയാനുണ്ട്. ആദ്യം അത് കഴിച്ച് അയാളെ വിട്. എന്നാ പിന്നെ താനതോടെ വെക്ക്. എന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യും. സൗകര്യമായിട്ട് ജോർജേട്ടൻ നോക്കിക്കോളും. ഇവിടെ വേണ്ട, എന്നാ എളുപ്പിക്കോ. ഞാൻ പറയാം, എന്നിട്ട് വന്നാ മതി. ജോർജേട്ടാ, ഒരു മാസം പറയുന്നത് അനുസരിച്ച് നിന്നാ നമുക്ക് ഈ ഓപ്പറേഷനൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം. എഴുന്നേറ്റ് നടക്കണമെന്നൊരു ആഗ്രഹമൊക്കെ വേണ്ടേ? പിന്നെ അല്ലാതെ ഈ നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നത് ആരെ തോൽപ്പിക്കാനാ? എനിക്ക് ഈ ആയുസ് നീട്ടിക്കിട്ടാൻ ആഗ്രഹമില്ലെങ്കിലോ എന്നെ കൊണ്ടിനി ആർക്കും എന്ത് ചങ്കേക്കൊള്ളുന്ന വർത്തമാനാ ജോർജ് കുട്ടി താനീ? ഇനി ഒരൊറ്റ ആഗ്രഹേ ബാക്കിയുള്ളൂ. മകനെ ഒന്ന് കാണണം. അല്ല, എൻ്റെ ഈ വീട്ടിൽ കിടന്ന്, എൻ്റെ അപ്പം കിടന്ന് ഈ കട്ടിലിൽ കിടന്ന് കർത്താവ് തന്ന ജീവൻ സ്വയം അവസാനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അതൊക്കെ ഞാൻ കർത്താവിനോട് നേരിട്ട് പറഞ്ഞോളാം. അച്ഛനിപ്പ ചെല്ലേ. അങ്ങനൊന്നും പറഞ്ഞാ ഞങ്ങള് പോവുകയല്ല. എന്നെ എൻ്റെ വഴിക്ക് വിട്. ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കൊന്ന് ഉറങ്ങണം.
ഭാബി ദാ ഭാബി ഭാബിയേ ഓ ഒന്ന് പതുക്കെ തിന്നണ്ടേ പാപ്പി, ചങ്ക് വിലങ്ങി പോകും. അവൻ തിന്നട്ടടാ. എത്ര നാളെന്ന് കണ്ട അവിടുത്തെ പൊടിയരിക്കഞ്ഞിയും കുടിച്ചോണ്ട് ഇങ്ങനെ കിടക്കുന്നേ. ദാണ്ട ഇത് ഇച്ചിരി ബീഫാ. നിന്റെ മുതലാളി മരുന്നും വെള്ളമൊക്കെ കഴിക്കുന്നുണ്ടോടാ? നീ കേട്ടോടാ റിച്ചി, ഹാർട്ട് അറ്റാക്ക് വന്ന ആള് മരുന്നും വെള്ളമൊന്നും കഴിക്കുന്നില്ലെന്ന്. ബുദ്ധിമാനമ്മച്ചി, അങ്ങേർക്ക് മനസ്സിലായി കാണും ഇനിയിപ്പോ അതൊന്നും കഴിച്ചിട്ട് വലിയ കാര്യമില്ലെന്ന്. കർത്താവേ, എന്നാ ചെറുക്കനെ വേഗം വിവരം അറിയിപ്പിക്കണം ഇല്ലയോ? ഓ, അറിയിച്ചാൽ ഉടനെ ആളിന് വരാൻ പോയില്ലയോ? ആഹാ, വരാനല്ലടാ, നാട്ടുകാർ കുശൂഷിക്കാതിരിക്കാനാ. അപ്പൊ പിന്നെ നീ എവിടെ താമസിക്കടാ പാപ്പി? ബംഗ്ലാവില്. ബംഗ്ലാവിലോ? ആ, അതിന് അങ്ങേരുടെ കാലം കഴിഞ്ഞാ പിന്നെ നിനക്ക് അവിടെ അവസാനം. ആ എടാ, ബംഗ്ലാവ് റിസോർട്ട് ആക്കാൻ പോവാ. അലക്സ് അതിന്റെ ചാർജ് അല്ല ഇവനെ ഏൽപ്പിച്ചേക്കുവാ. എന്തായാലും പാപ്പി മേടിക്കണ്ട, കുക്കിംഗ് അറിയാലോ അമ്മച്ചി. ഇവനെ നമുക്ക് അവിടുത്തെ മെയിൻ കുക്കാക്കാനാണ്. കുക്കൊക്കെ ആക്കാം, പക്ഷേ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റണം. മുൻവശത്തെ 2 പല്ലും എടുക്കണം. പറഞ്ഞിട്ട് ഹോം നഴ്സാ. ഞാൻ ആരോടും വരാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ പാപ്പിന്ന് ഒരാളുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് നോക്കിയിട്ട് വരാം. പെരുന്നാളിന് മുമ്പ് തീർത്തു തരാന്നാ പറഞ്ഞ, പക്ഷെ ഈ പോക്കാണെങ്കിൽ തീരും ചെയ്യുന്നില്ല. അയ്യോടാ ശോശാമ്മ, അതെ ചോദിച്ചാൽ ഞാനിവിടെ ഇല്ല.
അച്ഛോ അച്ഛോ അവിടെ നിന്നേ. അച്ഛൻ എങ്ങോട്ടാ വന്നേ ഈ പായുന്നേ? അത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛോ, അച്ഛൻ കാണിച്ചത് ചെറ്റത്തരവാ. ആ 1.5 ഏക്കർ അത് എന്റെ കയ്യിൽ നിന്ന് അച്ഛനങ്ങ് എഴുതി വാങ്ങിച്ചില്ലയോ? അനാഥ മന്ദിരം കെട്ടാണെന്നും പറഞ്ഞ്. ഓ, അതാണോ വിഷയം? ശോശാമ്മ സമാധാനപ്പെടെ, ഞാൻ പറയാം. ശോശാമ്മേ, ഇത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടൊന്നും അല്ല. ജോർജേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ആദ്യം തന്നെ എന്നോട് പറഞ്ഞത്. ഓ, അങ്ങനെ ഓർമ്മയും പൊക്കണമൊന്നും ഇല്ലാത്ത ഒരാള് എന്തെങ്കിലും വിടുവായി തരം പറഞ്ഞെന്നും പറഞ്ഞ് അച്ഛൻ കയറി അങ്ങ് ഏറ്റു ഇല്ലയോ? അല്ലെങ്കിലും അത് എങ്ങനെ ശരിയാവും അച്ഛോ? അതിയാനുള്ളതല്ല, അതിയാന്റെ മോനുള്ളതല്ലയോ? അപ്പോ അവനോടൊരു വാക്ക് ചോദിക്കാതെ അയാൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചാ മതിയോ? വാക്കാൽ പറഞ്ഞു എന്നല്ലാതെ എഴുതിയിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് അലക്സിനെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കാം. ഓ, ഇനി ഇപ്പൊ ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കണ്ട. അവന്റെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനേ എന്റെ മൊറീച്ചി അവനെ ഏൽപ്പിച്ചിരിക്കുന്നേ. അച്ഛനൊന്നും മിണ്ടാതിരുന്നാ മതി കേട്ടോ. മിണ്ടാതിരിക്കാം, പക്ഷെ ആരെങ്കിലും തന്നാ ഞാൻ വേണ്ടെന്ന് പറയില്ല കേട്ടോ. അത് തന്നാലല്ലേ, തരുമ്പോ ആലോചിക്കാം. ഇപ്പൊ കിട്ടും. വരുന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു, പക്ഷെ ഇന്ന് വരുന്നു പറഞ്ഞിരുന്നില്ല. എങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നേനെ. സാർ വലിയ വാശിക്കാരനാ അല്ലേ? അതിപ്പോഴാ സൂക്കേടായി വീണേ പിന്നെ ചുറുചുറാന്ന് മല കയറിയിരുന്ന ആളാ. ഞങ്ങളൊന്നും പുറകെ ഓടി എത്തിയാല. അയ്യേ, 2 ദിവസം താമസേ ഉള്ളൂ. 1,900 പൊട്ട്. കഴിക്കാൻ എന്താ ഉണ്ടാക്കിയത്? അതാ ഇപ്പൊ കുഴപ്പം. നേരത്തെ വരും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചേനെ. മീൻ വല്ലതും വേണമെങ്കിൽ ടവേന്ന് ചന്തയിൽ പോയിട്ട് വരാം. എനിക്ക് കഴിക്കാനല്ല, സാറിന്. അത് പൊടിയരിക്കും ചമ്മന്തി ചുട്ടോപ്പെടും. ദിവസവും ഞാൻ എടുത്ത് അവിടെ കൊണ്ടേക്കും, അതുപോലെ എടുത്ത് പൊടി കൊണ്ടേക്കും. കഴിക്കേല. സാറിന് ഇഷ്ടപ്പെട്ട കറി എന്താ? ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാടൊന്നുമില്ല. ഈ ചേമ്പ് കുടമ്പിളിട്ട് വെക്കൂലേ, മീൻകറി പോലെ, അത് വലിയ ഇഷ്ടാ. ചേമ്പ് കിട്ടുവോ? ചേമ്പല്ലേ പറമ്പിൽ വെക്കുന്നത്. കൊടംപുളിയോ? ഒരു ഭരണി നിറയുണ്ട്. എന്നാ പാപ്പിച്ചേട്ടൻ 2 മൂടി ചേമ്പ് പറിച്ചെടുക്കുവോ? ഓ, ഞാൻ അങ്ങോട്ട് വരാം. ഓ, പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുന്നല്ലോ. നിങ്ങൾ ഈ അടുക്കളപ്പണിയൊക്കെ ചെയ്യുവോ? മനസ്സിലായില്ലല്ലയോ? ഞാനേ ശോശാമ്മ. ഇവിടുത്തെ ഇച്ചായന്റെ മോൻ കെട്ടിയിരിക്കുന്നത് എന്റെ മോളെയാ. അവരെങ്ങോ അമേരിക്കയിലാ, ഡോക്ടറാ. കണ്ടായിരുന്നോ? അല്ല, ഇച്ചായനെ കണ്ടായിരുന്നോന്ന്. കണ്ടു. ആട്ടെ, സിസ്റ്ററിന് എന്ത് തോന്നി? എന്നതാന്നേ നോക്കുന്നേ? മഞ്ഞപ്പൊടി. ഇവിടെ മഞ്ഞപ്പൊടി അല്ലേ ഇതായിരിക്കുന്നത്? ഇതാണ്ട മഞ്ഞപ്പൊടി. കർത്താവേ, എങ്ങനെ ജീവിച്ച ആളാ! ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. ഇനിയിപ്പൊ ഇഷ്ടമുള്ളതൊക്കെ കൊടുത്തോളാനാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. നമുക്ക് അതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ, അല്ലയോ സിസ്റ്ററെ? ഇപ്പോഴല്ലേ ആളിനെ മനസ്സിലായത്. ആളില്ലാത്ത വീട്ടിൽ ഒരു പെങ്കൊച്ചിനെ കണ്ടപ്പോ ഞാൻ അങ്ങ് പേടിച്ചു പോയി. എന്റെ മോനാ. എവിടെയാ സിസ്റ്ററിന്റെ വീട്? കിടങ്ങൂര്. കിടങ്ങൂരല്ലേ മച്ചി, നമ്മുടെ ടോണിച്ചാന്റെ എസ്റ്റേറ്റ്. അവിടെ കണ്ടാ. സംഗതി വലിയ ബംഗ്ലാവൊക്കെ ആണെങ്കിലും സൗകര്യത്തിന് കുറവാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. പാപ്പിയുടെ ഫോൺ നമ്പറും ഉണ്ട്. പാപ്പിച്ചേട്ടാ, ഇതൊന്ന് നോയിക്കോണേ. ഓ, ഞാൻ ദാ വരുന്നു. എങ്ങനുണ്ടടാ പാപ്പി? നല്ല കൊച്ചി. മറ്റേതുപോലല്ല, ഏതോ കുടുംബത്തിൽ പറഞ്ഞതാ. കുടുംബത്തിൽ പറഞ്ഞു. ദേ ഒരു കാര്യം, അവിടെ തോലി വെളുപ്പം കണ്ടോണ്ട് വായി നോക്കി നിന്നാലുണ്ടല്ലോ. നിന്നോടും കൂടാ പറഞ്ഞത്. എന്നെ എത്ര കിണിക്കാൻ.
അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ആഹാ, എഴുന്നേച്ചിരുന്നല്ല. എന്റെ കർത്താവേ, ഇന്ന് ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചേച്ചും വരുവാ. ഇച്ചായനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്ന് പള്ളിയിൽ വെച്ച് അച്ഛൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ആ സെമിത്തേരിയുടെ അടുത്തുള്ള സ്ഥലം ചായൻ പള്ളിക്ക് കൊടുക്കാൻ പോവാന്നു. അല്ല, ഇനിയിപ്പൊ അച്ഛൻ വെറുതെ പറഞ്ഞതാണോന്നറിയാനാ. അല്ല. കർത്താവേ, അപ്പൊ ഉള്ളതാന്നോ? എന്റെ ഇച്ചായന്റെ സ്വത്ത് ഇച്ചായന് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നാലും അതിന്റെ അവകാശികളായിട്ട് ഒരു മോനും എന്റെ മോളും അവരുടെ കൊച്ചും ഇല്ലയോ? അവരോടൊന്നും ആലോചിക്കണ്ടായോ? തന്നെയല്ല, ആ സ്ഥലത്തെ പറ്റി അവൻ ഏതാണ്ടൊക്കെ പ്ലാനും പദ്ധതി ഉണ്ടെന്ന് റിച്ചിമോൻ പറയുന്നത് കേട്ടു. ഇല്ലയോടാ? എന്നതാ? ആ സെമിത്തേരിയുടെ പുറകിലുള്ള സ്ഥലവേ, അതിനെപ്പറ്റി എന്നതാടാ അലക്സ് പറഞ്ഞത്? അത് അവിടെ കുറെ ഹട്ട്സ് ഉണ്ടാക്കണം, ടൂറിസ്റ്റ് വില്ലേജ് ആക്കണം എന്നൊക്കെ അന്നൊരിക്കൽ ഫോണിൽ പറഞ്ഞായിരുന്നു. എന്നും ഇങ്ങനെ അമേരിക്ക കിടന്ന് നമ്മുടെ പിള്ളേരെ കഷ്ടപ്പെടണോ എൻ്റെ ഇച്ചായ? നാട്ടിൽ വന്നാലും അതുങ്ങൾക്ക് കഞ്ഞി കുടിച്ചു കിടക്കാനുള്ള വക വേണ്ടായോ? അതുപോലെ തന്നെ ഈ ബംഗ്ലാവിന്റെ കാര്യവും അവൻ ഇച്ചായനോട് പറഞ്ഞെന്ന് പറഞ്ഞായിരുന്നു. അല്ല, അവൻ പറയുന്നതിലും കാര്യമില്ലയോ? ഇതിങ്ങനെ ഇട്ടോണ്ടിരുന്ന് നശിച്ചു പോകത്തേ ഉള്ളൂ. വേണ്ടേ, അടുക്കള ഭാഗമൊക്കെ ഇപ്പോഴേ ഇടിഞ്ഞു പൊളിഞ്ഞു തുടങ്ങി. എന്നതാടാ അതിന്റെ പേര്? റിസോർട്ട്. എന്നാ? റിസോർട്ട്. ആ, അത് തന്നെ, റിസോർട്ട്. ഈ കാടും കുന്നും മലയൊക്കെ നമ്മൾ ദിവസവും കാണുന്നതല്ലേ ചായ? നമുക്കതൊരു പുതുമയല്ലെന്നേ. ആദ്യം കാണുന്നവർക്ക് അങ്ങനെയല്ലല്ലോ. ഈ സായിപ്പന്മാരൊക്കെ വന്ന് കുളിച്ച് താമസിച്ച് സ്ഥലവും കണ്ടു പൊക്കോളും. ചോദിക്കുന്ന കാശും തരും. ഈ അമ്മച്ചി ഇത് എന്നെ വർത്താനേ പറയുന്നത്? എന്നാടാ? സംഗതി എല്ലാം ശരിയാണ്, ആദായുള്ള കാര്യമാണ്. പക്ഷെ അങ്കിളിന് അവിടെ താമസിക്കണ്ടേ? അങ്കിളിന് താമസിക്കാനൊന്നോടെ സ്ഥലമില്ലാത്തത്. ആശുപത്രി ഇറങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന. അപ്പ വരത്തില്ല, പോട്ടെ. സ്കൂളിന്റെ പുറകിലുള്ള 2 മുറി വീട് ഒഴിഞ്ഞു കിടക്കുമല്ലോ. ഇച്ചായന് ഒരാളുടെ താമസിക്കാൻ അത് പോരായോ? ഇനിയിപ്പൊ ഇതൊക്കെ പൊക്കോട്ടെ, മോനോടൊരു വാക്ക് പറഞ്ഞാ പോരായോ? അവനെ അമേരിക്കയിലോട്ടങ്ങ് പൊക്കിക്കൊണ്ട് പോകത്തില്ലയോ? അത് ശരിയാ, അങ്ങളൊന്ന് മൂളിയാ മതി. അതെങ്ങനെയാ മൂളുന്നേ? അന്ന് അവർ റിസോർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഇച്ചായൻ ഉടക്കി ഫോൺ വെച്ചതല്ലയോ? പിന്നെ അങ്ങോട്ട് വിളിക്കത്തില്ല, ഇങ്ങോട്ട് വിളിച്ചവിടെ എടുക്കത്തുമില്ല. അല്ല, 5ഓ 10ഓ ഉണ്ടെങ്കിൽ പോട്ടെ. ഇതൊരൊറ്റ മോനല്ലയോ? അവനോട് എന്നാത്തിനാ എൻ്റെ ഇച്ചായ ഈ വാശി? അല്ല, ആ കാര്യത്തിൽ അവനും മോശമല്ല. ഈ അപ്പന്റെ അല്ലയോ മോന്? എന്തായാലും അവനും കൂടെ വന്ന അപ്പനും മോനും കൂടെ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. നമുക്കറിയാവുന്നത് ആദ്യം എന്റെ കണ്ണൊന്ന് നടന്നു കിട്ടാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും ശോശാമ്മേ. കർത്താവേ, കേട്ടോടാ റിജി ഈ ഇച്ചായൻ പറയുന്നത്? നമ്മൾ ഇച്ചായന്റെ കണ്ണടയാൻ വേണ്ടി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ. എന്നതാ ഇച്ചായ പറഞ്ഞത്? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒന്നിങ്ങോട്ട് വരുമോ? എന്നതാ കൊച്ച്? എന്നാ? സുഖമില്ലാതിരിക്കുന്ന ആളല്ലേ, മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ്. സിസ്റ്റർ പറഞ്ഞ കറക്റ്റാണ്. ഇപ്പോഴൊന്നും പറയണ്ട. എനിക്കാണെങ്കിൽ പറയാനുള്ളത് അപ്പ പറഞ്ഞില്ലെങ്കിൽ നാക്കലിരുന്ന് ചൊറിയും കൊച്ച. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാ. പാടാ. അവനവൻ ജനിച്ചു വളർന്ന സ്ഥലം ചത്തോ ഉണ്ടോ? എന്താ വേണ്ട സാർ? ഞാനെടുത്തു തരാം.
കിടന്നോളൂ, കുറച്ചു നേരം കിടന്നോളൂ, വേറെ ഒന്നും ആലോചിക്കണ്ട. ആഹാരത്തിന് മുമ്പ് കഴിക്കേണ്ടതാ. അവിടെ വെച്ചേക്ക്. കഴിക്കാറാവുമ്പോ പറഞ്ഞാ മതി. ആഹാരം എടുത്തു തരണമെന്നില്ല. ശരി സർ. എന്നാ പൊയ്ക്കോ. ഞങ്ങൾ രാത്രി പേഷ്യൻസിന്റെ മുറിയിൽ ഉണ്ടാവണമെന്നാണ്. എന്തെങ്കിലും സഹായം വേണ്ടി വന്നാ? അതൊന്നും വേണ്ട, സഹായമൊന്നും വേണ്ട. ഓക്കെ സർ. ആ കഥ ഒന്ന് ചാരിയേക്കണം. ഓ സോറി സർ. എന്താ സർ? ഒന്നുമില്ല, ഒന്നുമില്ല.
ഗുഡ് മോർണിംഗ് സർ. ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയല്ലേ? സാറൊന്ന് ഫ്രഷ് ആവുമ്പോഴേക്കും ഞാൻ കോഫി എടുക്കാം. Sir? Paper. കന്നഡ വായിക്കാൻ ഞാൻ ഇന്നുവരെ കന്നഡ ഉപയോഗിച്ചിട്ടില്ല. അപ്പളേ എങ്ങനുണ്ട്? ജോർജ് കുട്ടിയുടെ പിടിവാശിയൊക്കെ കുറഞ്ഞോ? ഇന്നലെ മരുന്ന് കഴിച്ചു, കഞ്ഞി കുടിച്ചു, 8 മണി വരെ കിടന്ന് ഉറങ്ങി. ഇനി ധൈര്യമായിട്ടൊന്ന് കേറി ചെല്ലാമല്ലോ. ഇത് നമ്മുടെ അലക്സിയുടെ ഭാര്യയല്ലേ? അത് പുതുതായിട്ട് വന്ന ഹോം നേഴ്സ് ആണ്. ആണോ? കണ്ടാ തോന്നില്ല കേട്ടോ. ജോർജ് കുട്ടിയെ, അതാരാ പുറകെ നിൽക്കുന്നേ? ഇതാര്? തങ്കം മുതലാളിയോ? എന്റെ ഇഷ്ടം. ഞാൻ വന്നിരുന്നു ആശുപത്രിയില് ഒരു 5-6 തവണ. പറഞ്ഞില്ലേ? അതെങ്ങനെയാ? ഇപ്പോഴല്ലയോ വല്ലതും പറയാൻ തോന്നുന്ന അവസ്ഥയിൽ ഇയാളെ കണ്ടത്. ഇരിക്കടോ. കടയിൽ നിന്ന് ഞാൻ നല്ലത് നോക്കിയെടുത്ത ആപ്പിളാ, കാശ്മീരാ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ അടുത്തൊരു ലാടവൈദ്യനുണ്ടെന്ന്. മൂപ്പര് സ്വന്തം കാച്ചുണ്ടാക്കിയിട്ടുള്ള തൈല. ഒന്ന് പുരട്ടി ചൂടുവെച്ചാ പിന്നെ സന്ധിവേദന ഒന്നും ഉണ്ടാവില്ല. അത് ശരിയാ. എന്താ ഇത്? കാപ്പിയാ, ചക്കര കാപ്പി. ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ടോ? ആഹാ, എങ്ങനെ മനസ്സിലായ ജോർജ് കുട്ടിക്ക് ചക്കര കാപ്പിയാ ഇഷ്ടമെന്ന്? ഹൃദയജ്ഞാനം ഉണ്ടാവേ. പാപ്പി, അവൻ ചന്തയ്ക്ക് പോയി. എന്തിനാ? ചായ എടുക്കാൻ. ഞാൻ ചായ എടുക്കാം സാർ. വേണ്ട വേണ്ട വേണ്ട, ഞങ്ങള് വരുന്ന വഴി മുനിച്ചാമിയുടെ കടയിൽ കേറിയച്ചാ വരുന്നത്. അപ്പൊ നിങ്ങളുടെ ദിനേരികൾ നടക്കട്ടെ. ഇയാൾക്ക് ഉപ്പ് തറയിൽ ഇച്ചിരി സ്ഥലം നോക്കാനുണ്ട്. അതെ അതെ, ഞങ്ങള് കറങ്ങി തിരിഞ്ഞ് വൈകിട്ട് ഇങ്ങോട്ട് കടക്കാം. ഇറങ്ങട്ടെ സിസ്റ്ററെ. അമ്മയ്ക്ക് നല്ല സുഖമില്ല. ഇതുപോലെ കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചിനെ ഏർപ്പാടാക്കി തരാം. തന്നെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണോ കൊള്ളാവുന്ന പെൺപിള്ളേരെ വീട്ടിൽ കൊണ്ടുവരുന്നത്? വയസ്സും പ്രായമൊക്കെ ആയില്ലേടോ. നോക്കട്ടെ. എന്താ സാർ, കൂട്ടുകാരുടെ കൂടെ ഒന്ന് നടക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഓ, ഇതെല്ലാം കൂടി ഇവിടെ കൊണ്ടുവച്ച ഇത് ആര് തിന്നു തീർക്കാനാ എന്റെ പാപ്പി? പയ്യെ തിന്ന ഇതും തിന്നാൻ പറ്റേ. ചന്തയെ കൊടുക്കാതെ സ്പെഷ്യലായിട്ട് മാറ്റി വെച്ചതാ. ചന്തന്ന് കാശൊക്കെ കിട്ടിയോടാ പാപ്പി? പിന്നെ കാശ് കിട്ടാതെ പാപ്പി പോരോ? കഴിഞ്ഞ മാസം 2000 കൂടി ചേർത്ത് മേടിച്ചാ പോകുന്നത്. നീ ഈ കാശൊക്കെ എന്നാ ചെയ്യുവാടാ? എന്നാ ചെയ്യാനാ? ഇച്ചായന്റെ തലേന്റെ അടിയിലോട്ട് വെക്കും. അത് ശരി. ഈ കാശൊന്നും തലേന്റെ അടി കൊണ്ട് വെക്കരുത്. ആ പെണ്ണടിച്ചു മാറ്റും. മോഷണമായി ഇതിങ്ങടെയൊക്കെ തൊഴിൽ തന്നെ. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കയ്യിൽ തന്നേര്. അത്യാവശ്യമുള്ളപ്പോ ചോദിച്ചാ മതിയല്ലോ. എന്നാ അതാ നല്ലത്. ഇതാ. യോ, എന്റെ കയ്യിൽ തരണ്ട, അങ്ങോട്ട് വെച്ചേര്. ഓ പാപ്പിയേ, ഇതവിടെയുണ്ട്. ദേ വരുന്നു.
ഇത് എത്രയുണ്ടടാ? എന്നിട്ടില്ല. ആഹാ. എന്താ സർ? സ്വെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്താ സർ? വെള്ളം കുടിക്കണോ? ദാ. കിടക്കണോ? കിടക്കണോ? കിടന്നോളൂ. കിടന്നോളൂ. ഡോക്ടർ, സോറി, സിസ്റ്ററാണ്. ജോർജ് സാറിൻ്റെ വീട്ടിൽ നിന്ന്. ഇല്ല, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് സ്വെറ്റ് ചെയ്തു. കൊടുക്കാം, ഇപ്പം തന്നെ കൊടുക്കാം. ഓക്കെ ഓക്കെ, ശരി ഡോക്ടർ, ശരി, വിളിച്ചോളാം. ഓക്കെ. ഇത് നാക്കിനടിയിലിട്ടാ മതി. ഇനി പേടിക്കൊന്നും വേണ്ട, ഉറങ്ങിക്കോളൂ. സാർ, ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചൂടായിട്ട് എന്തെങ്കിലും കുടിക്കാനെടുക്കാം.
പാപ്പി പാപ്പി എന്താ സർ? അപ്പന്റെ സൗകര്യായി. സാറെന്താ വിളിച്ചത്? എനിക്ക് നല്ല വിശപ്പുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. സാർ ഇരുന്നോളൂ, ഇരുന്നോളൂ. പാപ്പി എവിടെ? ഇതൊക്കെ അവന്റെ പണിയല്ലേ? പാപ്പിച്ചേട്ടൻ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. അവൻ എവിടെയാ ഈ പോണേ? എന്തേലും ഉണ്ടേ എന്നോട് പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ? ചോറ് വിളമ്പാം. വേണ്ട, ഞാൻ എടുത്തോളാം. കഴിച്ചതാന്നോ? ഞാൻ കഴിച്ചോളാം. മോരുകറി ഒഴിക്കട്ടെ? മരുന്നൊക്കെ കൃത്യമായി കഴിക്കണോണ്ടാ വിശപ്പ് തോന്നണേ. ഇത് മീനല്ലേ? ചെറിയ മീനൊക്കെ ഇഷ്ടാണെങ്കിൽ ധാരാളം കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ധാരാ വെച്ചേ പാപ്പിയല്ല എന്നുള്ളത് ഉറപ്പ്. ഈ പാചകമൊക്കെ നിങ്ങളെ ഡ്യൂട്ടി പെട്ടതാണോ? ഏയ് അങ്ങനൊന്നുമില്ല. പിന്നെ പലതരം പേഷ്യൻസ് ആയിട്ടില്ല ഞങ്ങൾ മിങ്കിൾ ചെയ്യണേ. പല സ്വഭാവക്കാര്, പലതരം ടേസ്റ്റ്. ആ സിസ്റ്റർ ഒന്ന് വലിച്ചേ, ഒന്നുകൂടെ പോട്ടെ, കുറച്ചുകൂടെ വലിച്ചേ വലിച്ചേ പോട്ടെ. ആ നിക്കട്ടെ നിക്കട്ടെ, മതി 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 മതി. ആ എന്തോന്നാണ് അത്? മണി മണി ആവശ്യമുള്ള പ്രത്യേക പിടിച്ച് ഇങ്ങനെ ഞെക്കിയാൽ മതി. അപ്പൊ അവിടെ മണിയേക്കും. അപ്പൊ ഞങ്ങൾ ആരും ഓടി വരും. ഇങ്ങനെയൊക്കെ വേണം എന്നാണ് ഞങ്ങളുടെ പാപിച്ചേട്ടാ. ഇത് അണിയിലേക്ക് തൂക്കിട്ടോ. ഇതാ അവിടെ ഇതിലോട്ട് കയറിയോ. താഴെ കിട്ടാ മതി. മതിയോ? ആ മതി മതി. ഞാനിത് പിടിച്ച് ഞെക്കാം. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ നോക്കോ. ആ ഞെക്കട്ടെ. ഇപ്പൊ ഒന്ന് പ്രസ് ചെയ്തേ. ഓ പ്രസ് ചെയ്തു. എങ്ങനെയുണ്ട് സിസ്റ്ററെ? കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ പ്രസ് ചെയ്യൂ. ഇപ്പൊ കേൾക്കാവോ? കേൾക്കുന്നില്ലേ സിസ്റ്ററെ? ഇപ്പോഴോ? കണ്ണില് കുത്തുന്ന പോലെ. കുറച്ചു ദിവസം ആയില്ലേ മൂപ്പരെ കണ്ടിട്ട്, അതുകൊണ്ട് തോന്നുന്നതാ. പാപ്പിച്ചേട്ടൻ രാവിലെ പോയതാ മാർക്കറ്റില്. ഒന്ന് കണ്ണു തെറ്റിയില്ല. അത്രയും സമയം കൊണ്ട് അവൻ ഇത്രയൊക്കെ ആക്കി വെച്ചു. ഞാൻ ക്ലീൻ ചെയ്തോളാം സർ. ഇങ്ങനെയുള്ള സ്ഥലത്താ കൊതുക് പെരുകുന്നത്. ഈ ചുരം കയറുമ്പോ ഭയങ്കരമായിട്ട് വിയർത്തു. ഇവളങ്ങനെ സ്വെറ്റ് ചെയ്യാറില്ലല്ലോ. സ്വെറ്റ് ചെയ്യും, അതിന്റെ ഒരു ലക്ഷണ. ഇവിടം വരെ
കൊണ്ടിട്ട ഓർമ്മയുണ്ട്. സർ, ഞാനൊരു ലെറ്റർ ഒന്ന് പോസ്റ്റ് ചെയ്തോട്ടെ? ഓ ജസ്റ്റ് എ മിനിറ്റ്. അയ്യോ സർ, എന്റെ ദൈവമേ, എന്താ സർ? സൂക്ഷിക്കണ്ടേ? ഒന്നും പറ്റിയില്ല? ഒന്നും പറ്റിയില്ല. ഞാൻ ഇത് ഒന്ന് കുറച്ചു ദിവസമായിട്ട് ഞാൻ പോസ്റ്റ് ഒന്നും പൊട്ടിക്കാറേ ഇല്ല. ആ പാപ്പി അതൊക്കെ കത്തിച്ചു കളഞ്ഞോ, കീറി കളഞ്ഞോ, ആർക്കറിയാം. എന്ത് നല്ല നാടാ നിങ്ങളുടെ. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനൊരു സ്ഥലത്ത്. കുറച്ച് തണുപ്പുണ്ട്, അതാ ഒരു ബുദ്ധിമുട്ട്. ശീലമായാൽ അത് വന്ന് മാറും. ഞങ്ങളൊക്കെ വല്ലപ്പോഴും സിറ്റി പോയാല് എത്രയും പെട്ടെന്ന് ഈ കയറണമെന്നാ. ഈ ചുരമിറങ്ങിയ അപ്പ തുടങ്ങും വിയർക്കാൻ. എന്താ തിരിച്ചു പോണോ? സാറിന് മതിയെന്ന് തോന്നണ വരെ ഞാനും നടക്കും. എത്ര നാളായി കൊച്ചി പ്രൊഫഷണലായിട്ട്? ട്രെയിനിങ് കൂടെ ചേർത്ത് 3 വർഷം. ഇതുവരെ എത്ര പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്ത് കാണും? അയ്യോ, ഒരുപാടുണ്ട് സർ. ഇങ്ങനെ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചതാണോ അതോ? ഇഷ്ടപ്പെട്ടിട്ട് സ്വീകരിച്ചൊന്നുമല്ല, പിന്നെ വന്നു കഴിഞ്ഞപ്പോ ഇഷ്ടായി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഷ്യന്റിനോട് പറയുകയോ നിങ്ങൾ പേഷ്യന്റിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയോ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിയമം ഉണ്ടാവൂലേ? അതുകൊണ്ടൊന്നുമല്ല സർ. എന്നാ ഇവിടെ നിർത്താം. ഭാഗ്യം, പാപ്പച്ചേട്ടൻ കത്തിച്ചിട്ടില്ല. മാഗസീൻസ് ഒക്കെ മാറ്റി വെക്കാം. എന്നിട്ട് അതിലൊരു ചുവന്ന എൻവലപ്പ് ഉണ്ടോ നോക്കിയേ. ഇതേ ഒരു സർദാർജിയുടെയാ. പത്രത്തിൽ വർക്ക് ചെയ്യുമ്പോ ഡൽഹി വെച്ചുള്ള കൂട്ടാ. വർഷത്തിൽ ഒരു കത്തെഴുതും സർദാർജി. ഇപ്പൊ നല്ല പ്രായമായി കാണും. ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സും ഉണ്ടല്ലോ. ഇതൊക്കെ എന്റെ ഓഫീസിൽ നിന്ന്. ഓഫീസിൽ നിന്ന് എന്താ? അതവര് എല്ലാ വീക്കിലും അയക്കുന്ന റിമൈൻഡറാ. ടേം തീരാൻ എത്ര ദിവസം ഉണ്ടെന്ന് അപ്പൊ നമുക്കറിയാലോ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. എത്ര ദിവസത്തേക്കാ നിങ്ങളെ? 3 മാസമാണ്. ചിലപ്പോ ചില പേഷ്യൻസിന്റെ കാര്യത്തിൽ അത്രയും വേണ്ടി വരില്ല. അപ്പൊ ഈ 3 മാസം എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലോ? അത്
പേഷ്യൻസ് സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുക്കണം. ഈ സ്റ്റാഫ് തന്നെ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെയുള്ള കേസുകളും ഉണ്ട്. എന്നാണ് സാർ ബർത്ത്ഡേ? സാധാരണ സാർ എങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്നേ? ഓ, അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. അപ്പനും മേരിക്കുട്ടിയും മോനും ഒക്കെ ഉള്ളപ്പോ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പോയ പിന്നെ ചിലപ്പോ ചില ഫ്രണ്ട്സൊക്കെ വരും. അന്ന് കണ്ടില്ലയോ, കുറച്ചു നേരം സൊറ പറഞ്ഞിരിക്കും, ചിലപ്പോ 2 സ്മാള് കഴിക്കും. എന്നാ ഇത്തവണത്തെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കണം. ഷഷ്ടിപൂർത്തി ഒന്നല്ലല്ലോ. അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. എന്നാ ഫുഡ് എന്റെ വക. ചിക്കനൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ട് ഞാൻ വെക്കും. ഒരു ചായ പറ്റി എടുക്കട്ടെ? താങ്ക്സ്, ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. ഒരുപാട് പേഷ്യൻസ് ഉള്ളതാ. രാജ പോട്ടെ. ഓക്കെ, ഞാൻ രാജനോട് എന്തോ പറയണമെന്ന് വിചാരിച്ചല്ലോ. അതെ, ഈ കുട്ടിയുടെ ടേം ഒരു 3 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ രാജൻ അവരുടെ ആഫീസിൽ വിളിച്ചൊന്ന് പറയണം. അതൊന്നും വേണ്ടി വരില്ലെങ്കിൽ നൗ യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇതുപോലെ കാര്യങ്ങൾ അങ്ങ് കൃത്യമായി ചെയ്താൽ മതി. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ അങ്ങ് ചെയ്തു തുടങ്ങണം. എന്നാലും ഈ ടാബ്ലറ്റ്സ് ഒക്കെ സമയത്തെടുത്ത് കഴിക്കുക എന്നുള്ളത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. എന്തായാലും രാജൊന്ന് വിളിച്ചു പറയണം. ഓക്കെ അങ്കിൾ. ഈ ഡോക്ടർ രാജനും എൻ്റെ മോനും ഒന്നിച്ച് മെഡിക്കൽ കോളേജിൽ പഠിച്ചതാ. പഠിത്തമെല്ലാം കഴിഞ്ഞ് വന്നപ്പോ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അപ്പാ നമുക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങണം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ അപ്പൻ്റെ ആശയായിരുന്നു അത്. എന്തെങ്കിലും സൂക്കേട് വന്നാൽ ഈ പാവങ്ങൾ ചൊരവിറങ്ങി അങ്ങ് അടിമാലി ചെന്ന അവിടെ ഒരു ചെറിയ ഡിസ്പെൻസറി ഉണ്ട്. അപ്പം തന്നെ ഞാൻ നമ്മുടെ കൂട്ടുകാരെയൊക്കെ പിടിച്ച് ആളുകൾക്ക് വന്നു പോകാൻ സൗകര്യമുള്ള ഒരു സ്ഥലം വാങ്ങിച്ചിട്ടു. എന്നിട്ട് അവൻ്റെ പെമ്പറന്നവരുടെ ആരാണ്ട് അമേരിക്കയിലുണ്ട്, അവിടെ പോയി ഒരു 3-4 കൊല്ലം നിന്നാൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞവൻ അമേരിക്കയിൽ പോയി. ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് ഒരു തവണയാ അവൻ നാട്ടിൽ വന്നിട്ട് പോയത്. അവന്റെ ഭാര്യയുടെ അനിയത്തിയുടെ മിന്നുകെട്ടിന് കൂട്ടത്തിൽ ഇവിടെ കയറി അപ്പനോട് ഹായ് പറഞ്ഞിട്ട് പോയി. അവനിപ്പോ ഈ ബംഗ്ലാവ് ഒരു റിസോർട്ട് ആക്കണം. എന്നിട്ട് അവന്റെ അളിയനെ പിടിച്ച് ഇവിടെ മാനേജരാക്കി ഇരുത്തണം. എന്റെ അപ്പന്റെ അപ്പന് ഒരു സായിപ്പ് സമ്മാനം കൊടുത്തതായി ബംഗ്ലാവ്. എന്റെ അമ്മച്ചി എന്നെ, എന്റെ മേരിക്കുട്ടി അവനെയും പ്രസവിച്ചത് ഈ വീട്ടിൽ കിടന്ന. എന്നിട്ടും നമ്മൾ ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും ഉള്ളുന്നിടത്തും പ്രാർത്ഥിക്കുന്നിടത്തും ഒക്കെ കണ്ണിക്കണ്ടവന്മാര് കയറി ഇറങ്ങുന്നത് നമ്മൾ കാണണം. സിസ്റ്റർ 2-3 പ്രാവശ്യം ഒരാൾ വിളിച്ചു. ഈ നമ്പറിൽ തിരിച്ചു വിളിക്കാൻ പറയുന്നുണ്ട്. ഇതാരാ എഴുതിയെടുത്ത്? അത് ഞാനാ. എന്നാ തിരിച്ചു വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇത് കറക്റ്റാ, എനിക്കറിയാവുന്ന നമ്പറാ. ഓ, രക്ഷപ്പെട്ടു. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാനൊന്ന് വിളിച്ചിട്ട്. നീ എങ്ങോട്ടാ? ഞാൻ മറ്റേ ധ്യാനം കൂടാൻ പോവാ. സാർ, ഓഫീസിൽ നിന്നാ വിളിച്ചത്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന്. ഓഫീസിൽ എന്താ ഇപ്പൊ ഒരു വിളി? ഇല്ല സാർ, ഒഫീഷ്യലായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാനിപ്പോ പുറപ്പെട്ട സന്ധ്യയ്ക്കുമ്പോ വരാം. ഈ ജംഗ്ഷനിലേക്ക് എങ്ങനെ പോവും? നടക്കാം സാർ, ചിലപ്പോ ജീപ്പോ മറ്റോ കിട്ടും. സാർ, ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റ്സ് ഒക്കെ എനിക്കറിയാം. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണിനുള്ളത് ഹോട്ട് കേസിൽ അടച്ചു വെച്ചിരിക്കുക. അത് കിച്ചണിലാണ്. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാം കൊച്ചേ. താങ്ക് യു സാർ.
സോറി സർ, ഐ എം റിയലി സോറി. ഇന്നലെ അവിടെ എന്തോ ഹർത്താലോ മറ്റോ, ബസ്സൊന്നും ഓടിയില്ല. ഫോൺ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടുത്തെ നമ്പർ എടുക്കാൻ മറന്നുപോയി. പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് വരണമെന്നൊന്നും നിങ്ങളുടെ ഡ്യൂട്ടിയിൽ ഇല്ലായിരിക്കുമല്ലേ? അങ്ങനെ പറയരുത് സർ, പ്ലീസ്. ഒറ്റയ്ക്ക് കാത്തിരിക്കുന്നവരുടെ വീർപ്പുമുട്ടല് അതനുഭവിക്കുന്നവർക്കേ അറിയൂ. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് കഴിച്ചിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ആദ്യം കൊച്ചു പോയി വല്ലതും കഴിച്ച് സുഖമായിട്ട് ഇച്ചിരി കിടന്ന് ഉറങ്ങ്. മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഏയ്, എന്താ ഇവിടെ വന്ന് നിന്ന്? എന്താ എന്ത് പറ്റി? എന്താ പറ്റിയേ? എന്താ പറ്റിയേ? ഒന്നുമില്ല സർ. ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ല സർ. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണടയ്ക്കുമ്പോ കൊച്ചിന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാ. അങ്ങനെ ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നോട് പറയാൻ വയ്യാത്തതാണെങ്കിൽ പറയാൻ വയ്യാത്തതൊന്നും അല്ല സർ. ഒരു ട്രാജഡി ഉണ്ടായി, അത് ഞാൻ പെട്ടെന്ന് പോയി. എൻ്റെ ഒരു കൂട്ടുകാരി, എൻ്റെ സെയിം പ്രൊഫഷനാ. അവളൊരു പേഷ്യൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. ഒരു ജോയിന്റ് ഫാമിലി. അവിടെ കുറച്ച് കാശ് മോഷണം പോയി. അവർ ഈ കുട്ടിയെ ബ്ലെയിം ചെയ്തു സർ. കേസായി, സസ്പെൻഷനായി. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ അവക്കങ്ങനെ ആലോചിക്കാൻ പോലും പറ്റില്ല സർ. എല്ലാ വഴിയും അടഞ്ഞെന്ന് തോന്നിയപ്പോ അവള് തീരുമാനിച്ചതായിരിക്കും.
അവള് പോയി. ആരെങ്കിലും മരിച്ചു എന്നറിയുമ്പോ ആളുകള് കുറച്ചു നേരത്തേക്ക് ഇച്ചിരി ഫിലോസഫിക്കലാവും. പിന്നെ പതുക്കെ പതുക്കെ അതങ്ങ് മറക്കും. അവനവന്റെ പണി നോക്കി പോവും. ഇതങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല സർ. ഞങ്ങള് 3 കുട്ടികളായിരുന്നു, ആരുമില്ലാത്തവരായിട്ട്. അതിലൊന്നായിരുന്നു അനിത. ഇനിയൊരു ഗ്രേസിയുണ്ട്, അവളങ്ങ് ബാംഗ്ലൂരിലാ. അറിഞ്ഞിട്ടില്ല. ഇപ്പൊ അറിയിക്കണ്ടെന്ന് ഞാനാ പറഞ്ഞേ. കൊച്ചെന്താ പറഞ്ഞേ? ആരുമില്ലാത്തവരായിട്ട്? അങ്ങനെയുള്ളവരെയാ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് താല്പര്യം. വീട്ടിൽ പോണോന്ന് പറഞ്ഞ് വെറുതെ അവധി എടുക്കില്ലല്ലോ. അപ്പോ വീട് കൊള്ളാം. എത്ര വീടുകളാ എനിക്ക്. ഇപ്പോഴത്തെ പുതിയൊരു വീട്. നിർത്തിക്കേ 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 നിർത്തണം. അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയേ. അതുകൊണ്ട് അവിടെ അങ്ങോട്ട് നോക്ക്. അയ്യടാ, കളവന്റെ ഒരു സന്തോഷം നോക്ക്. ഇവൾ ഇയാളെയും കൊണ്ടേ പോകൂ. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അമ്മച്ചി. കർത്താവേ, കണ്ടാ പറയവോ ഞാനോ ഇതാണെന്ന്. നീ വണ്ടി വിട്. നിർത്തണോ? എന്റെ തിരുവാരുകൾ നിർത്തണു. എന്നിട്ട് ഞങ്ങളുടെ അച്ഛന്മാരുടെ ചവിട്ട് നാടകത്തിൽ ഒന്ന് പിടി. പിടിച്ചോ. ഞാൻ തോട്ടത്തിലാക്കി തോട്ടം സൂക്ഷിപ്പാനു കായികനികൾ. അയ്യോ, വല്ല കുടിയന്മാരുമാണെങ്കിൽ പങ്കു കൊടുക്കേണ്ടി വരും. ശോശാമ്മയുടെ വരവുണ്ട്. ഞാൻ ഒന്ന് കിടക്കാൻ പോവാ. അതെന്നെ ഏർപ്പാടാ. അവര് പോയിട്ട് ഞാൻ ഈ വരാവിടും. വയസ്സൻ ക്ലബ്ബ് പിന്നെ സജീവമായല്ലോ. അങ്കിളെ, വക്കീൽ തന്നയച്ചാ അങ്കിളിന് തരാൻ അമ്മച്ചി പറഞ്ഞു. ഇരിക്കണോ? തന്നെ കണ്ടിട്ട് കാലം എത്രയായി. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പിള്ളാച്ചനല്ലേ ഇപ്പൊ വലിയ ബിസി. ഒരെണ്ണം ഒഴിക്കട്ടെ. സാറൊന്നും പറയത്തില്ലെന്നേ. ഞങ്ങളൊക്കെ ഈ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാത്തവരാ. പിന്നെ ഒഴിക്കാൻ വെള്ളേ ഉള്ളൂ. അതൊന്നും സാരമില്ല. അയ്യോ, വെള്ളം തീർന്നു. ഞാൻ പോയി. പിള്ളാച്ചനോട് ഇരുന്നാ മതി. വെള്ളമൊക്കെ ഞാൻ സംഘടിപ്പിച്ചോണ്ട് വരാം. സൽക്കരിക്കാനൊരുത്തൻ. എടോ, വെറുതെ വെള്ളം അടിച്ച് നടന്നാ പോരാ. ആളും തരവും കണ്ട് ഔചിത്യമായിട്ട് പെരുമാറാൻ പഠിക്കും. തങ്കമണിക്ക് ഔചിത്യമില്ല. ഞാൻ വെറും കച്ചവടക്കാരൻ. അറിവും വിദ്യാഭ്യാസം ഉള്ളവരുണ്ടല്ലോ. അവരാരും ഒന്നും പറഞ്ഞില്ലല്ലോ. തുടങ്ങി. സക്കറിയ തന്നെ പറ്റി ഒന്നും പറഞ്ഞില്ല. തീർന്നില്ലേ? അതെങ്ങനെയാ സാറേ തീരുന്നേ? ഞാൻ സംസ്കാരം ഇല്ലാത്തവനാണെന്നല്ലേ ഇയാൾ പറഞ്ഞു വെച്ചേ. ഈ പറയുന്ന സംസ്കാരം ഔചിത്യം ഉള്ളവര് അത് കിട്ടുന്ന കടയുടെ അഡ്രസ്സും കൂടി പറഞ്ഞു തന്നാലേ ഞാനും കാശ് മുടക്കി അത് കുറച്ച് മേടിച്ചു വെച്ചോളാം. വലിയ കൊമ്പത്തെ ഔചിത്യമുള്ളവര്. സാറേ, എന്റെ കാലിന്റെ തള്ളവിരൽ ചൊറിഞ്ഞു തുടങ്ങി. അതങ്ങ് മേലോട്ട് കയറുന്നതിന് മുമ്പ് ഇയാളോട് മിണ്ടായിരിക്കാൻ പറ. അപ്പൊ പിന്നെ കാട് കരിച്ചും പന്നിയത്തിനും റബ്ബർ വെച്ചവർക്ക് എന്താ അവിടെ?
സാർ ഒന്നും പറയാൻ നിൽക്കണ്ട. എനിക്കിതൊക്കെ ഫേസ് ചെയ്ത് നല്ല ശീലമുണ്ട്. ഒരു പരിചയവും ഇല്ലാത്ത വീടുകളിൽ ഇങ്ങനെ മാറി മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ ഒരു സെക്യൂരിറ്റി? നമ്മുടെ സെക്യൂരിറ്റി നമ്മൾ തന്നെ. ചിലടത്ത് പേഷ്യൻസിന്റെ മുറിയിന്ന് പുറത്തിറങ്ങാനേ തോന്നൂല. ഞങ്ങളൊക്കെ എന്തിനും വഴങ്ങുന്നവരാണ്, അങ്ങനെ വിചാരിക്കുന്ന ഇനങ്ങൾ ഒരുപാടുണ്ട്. ഏറ്റവും വലിയ രസം അതല്ല സാർ, മക്കളും മരുമക്കളും ഒക്കെ അപ്പുറത്ത് കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ എൻ്റെ മടിയിൽ കിടന്ന് പലരും മരിച്ചിട്ടുണ്ട്. ഞാൻ മേരിക്കുട്ടിയോട് എന്നതാ പറഞ്ഞെന്നറിയോ? എനിക്കൊരു അനിയത്തി വേണമെന്ന് അപ്പന് വലിയ ആശയായിരുന്നു. നടന്നില്ല. പെങ്കൊച്ചുങ്ങളുള്ള വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഞങ്ങൾക്കും തോന്നും ഒരു മോള് വേണമെന്ന്. അതും നടന്നില്ല. മേരിക്കുട്ടിക്ക് പിന്നെ പ്രസവിക്കാൻ പാടില്ലായിരുന്നു. ഞാനിന്ന് മേരിക്കുട്ടിയോട് പറഞ്ഞു നമുക്കൊരു മോള് വന്നു. എന്നെ മരണക്കിടക്കെന്ന് പിടിച്ചെഴുതേപ്പിച്ച് ഇവിടം വരെ നടത്തിക്കൊണ്ടുവന്നത് ആ മോളാണെന്ന്. അങ്ങനൊക്കെ പറയണായിരുന്നോ സർ? ആ ഞാനേ ഒരു കാര്യം ചോദിച്ചാൽ, അല്ല ചോദിക്കുന്നതോട് തെറ്റൊന്നുമില്ല, സ്വപ്നങ്ങളൊന്നുമില്ലയോ? ഒരു കൂട്ടു വേണം, കുട്ടികള്, കുടുംബം, അങ്ങനെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങള് ഒരു ലിമിറ്റ് കഴിഞ്ഞു പോകുമ്പോ എനിക്ക് പേടിയാ. ഞങ്ങൾ മൂവര സംഘം നടക്കാനിറങ്ങുമ്പം മുനിച്ചാമിയുടെ കടയിൽ നിന്ന് ഒരു ചായ അടിക്കും. ഒന്ന് നോക്കണോ? സ്പെഷ്യലാ. സാറിന്റെ ഇഷ്ടം. വാ. முனிச்சாமி யாரு வருதுன்னு பாரு. வாங்க வாங்க பெரியவரே, கடவுள் கூட இருக்கையா. வாங்க உட்காருங்க. வாங்க மெதுவா ഉക്കാരുങ്കയ്യ. അയ്യ സെത്ത് പോയിന്നും പറഞ്ഞ് അന്ത സോസാമ്മ ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുത്താച്ച്.
ஆனா இப்போ உங்களை பார்த்தா பழைய மாதிரி இருக்கு. இது யாரு? இதா என்னோட மகளு. மகளா? உங்களுக்கு ஒரு ஆம்பளை தானே இருக்கு அங்க அமெரிக்காவில? ஆமா, அந்த ஆம்பளை அமெரிக்காவில போய் ஆபரேட் பண்ணி பொம்பளையா திருப்பி வந்தாச்சு. ഇതെവിടുന്ന് തപ്പിയെടുത്തു? ആ സ്റ്റോറി കിടന്നതാ. ഞാൻ എന്റെ വഴിക്കൊന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കായിരുന്നു. റിക്കാർഡ് ഇവിടെ ഉണ്ടായിരുന്നൊക്കെ ഓരോരുത്തന്മാര് പെറുകിക്കൊണ്ട് പോയി. നിക്കേ ഇതൊന്ന് വെച്ച് നോക്കിയേ. എന്ത് പറ്റി സാർ? എൻ്റെ മേരിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായത്. ദിവസം ഒരു 5-6 പ്രാവശ്യമെങ്കിലും അവളിത് കേൾക്കും. അത് മാത്രം കളയാതെ ഇതിനകത്ത് സൂക്ഷിച്ചു വെച്ചു. നോക്ക്, ഇപ്പോഴും കൈതപ്പൂവിൻ്റെ മണം. ശരിയാ. ഇതിൻ്റെയൊക്കെ ഒരു പണി കണ്ടോ? ഈ കണ്ണികളൊക്കെ എന്ത് ഡെലിക്കേറ്റ് ആണ്. നോക്ക്. ഇതൊക്കെ അമ്മച്ചി മേരിക്കുട്ടിക്ക് കൊടുത്തതാ. ഞാനിത് ആർക്കാ കൊടുക്കണ്ടേ? ആരാടാ അത്? പാപ്പിയാന്നോ? ആന്നേ. എന്താടാ? കിടന്നു നോക്കിയതാ. മണ്ടന. അന്ന് അപ്പൻ എങ്ങാണ്ടൊന്ന് കൊണ്ടുവന്നതാ. ഒരു നാടൻ പട്ടിയുടെ സ്വഭാവമാ. ചോറ് കൊടുക്കുന്നതിനോട് നല്ല കൂറ. ഇതങ്ങ് വെച്ചേരെ. ഓ, ഇതൊന്നും ആവശ്യമുള്ളപ്പോ കിട്ടുകയല്ലെന്നേ. ഹലോ അളിയ, ഞാനാണ്. മനസ്സിലായല്ലേ അളിയ? ഒരു സെക്കൻഡേ. അളിയ, ഞാൻ അമ്മച്ചേരെ കൊടുക്കാം. ഹലോ മോനെ, അവൾ അടുത്തുണ്ടോ? എന്നാലും ഞാൻ എങ്ങനെയാ ഇതൊക്കെ മോനോട് പറയുന്നേ? എന്നാ പറയാവേ. ഞാനും രചിയും 2 ആഴ്ചയായി മോനെ പള്ളിയിൽ പോയിട്ട്. കുർബാനയ്ക്ക് വരുന്നവർക്കൊക്കെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ജോർജ് കുട്ടി ചൈനത് എന്നാത്തിന്റെ കേടാണെന്ന്. മോനെ, നിനക്ക് വേറൊരു കാര്യം കേൾക്കണോ? നിന്റെ അമ്മച്ചിയുടെ സ്വർണവും പണ്ടവും ഒക്കെ എടുത്ത് ആദ്യാനായി എന്തിനവക്ക് കൊടുത്തെന്ന്. സത്യമാ മോനെ പറയുന്നത്. പാപ്പിയാ പറഞ്ഞത്.
അവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവനല്ലയോ? അവൻ കള്ളം പറയുവോ? അമ്മച്ചിക്ക് ഇതൊക്കെ കണ്ടോണ്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ മോനെ. അതെ, നീ ഏതായാലും ഇതൊക്കെ അപ്പനോടൊന്ന് സംസാരിക്കണം. വല്ലയിടത്തും കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുകയും ഉള്ളതൊക്കെ അവളുടെ പേരിൽ എഴുതി വെക്കുകയും ചെയ്താ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ ആ ആ അതുകൊണ്ടാ അമ്മച്ചി പറയുന്നേ. ആ ആ വേണം വേണം, നീ കടുപ്പിച്ച് തന്നെ കാര്യം അങ്ങ് പറ. ആ ആ അതൊക്കെ നമ്മുടെ വിറ്റ് നോക്കിക്കോളും. ആ മോനെ, അമ്മച്ചി ഒരു കാര്യം പറയട്ടെ, നീ അങ്ങ് ദൂരെ ഇരുന്ന് മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടോ. ആ പിന്നെ വേറൊരു കാര്യം, ഇതൊന്നും അവൾ അറിയണ്ട. എൻ്റെ മോളാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലോകത്തെങ്ങും ഇല്ലാത്ത അഭിമാനം അവക്ക്. ആ ആ ശരി ശരി, എന്നാ മോൻ വെച്ചേക്ക്, അമ്മച്ചി വെച്ചേക്കട്ടെ. ആ വിളിക്കാം വിളിക്കാം. ആ പോരെ. ബാബി, ബാബി. എക്സ്ക്യൂസ് മീ, ഞാനിപ്പോൾ വരാം. ഓക്കെ, യു ജസ്റ്റ് പ്രൊസീഡ്. ഓക്കെ. എന്താ സാർ? അങ്കിള് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയാ വിളിക്കാൻ ഞാൻ. ഇന്നലെ അമേരിക്കൻ അളിയും വിളിച്ചു പറഞ്ഞിരുന്നേ, ഇങ്ങനെ കുറച്ച് ആൾക്കാർ വരും, വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. എന്തിന്? അല്ല, ഈ റിസോർട്ടിന് സ്കോപ്പ് ഉണ്ടെന്ന് അറിയാനേ. ഇപ്പൊ എല്ലാ ടൂറിസ്റ്റ് സെന്ററുകളും ഇവരാ ഡിസൈൻ ചെയ്യുന്നത്. നീ അവരെ വിളിച്ചോണ്ട് പോ. അയ്യോടി, ഇതെന്നാ അങ്കിള് പറയുന്നത്? ഞാൻ പറയാതെ ഇനി ഒറ്റ ഒരുത്തർ ഈ കോമ്പൗണ്ടിനകത്ത് കയറി പോകരുത്, നീ ഉൾപ്പെടെ. മനസ്സിലായോ? അയ്യടാ, ഇതിപ്പോ ഞാൻ ഏതാണ്ട് ചെയ്ത പോലെ. അളിയൻ വിളിച്ചു പറഞ്ഞു, ഞാൻ കേട്ടു. സ്വന്തം മോന് ഗുണമുള്ള കാര്യമാ, വേണ്ടെങ്കിൽ വേണ്ട. കിടക്കണം. രാജാക്കളെ പതുക്കെ കേട്ടോ, വീടരുത് കേട്ടോ, എല്ലാം കൂടെ കൂടിയാതൊന്നും പറയണ്ട. വാടാ മക്കളെ, പോവുണ്ടായോ? എന്നാ ഞങ്ങള് അടുത്ത പ്രാവശ്യം വരുമ്പോ നിങ്ങൾ നോക്കിയോ, അങ്കിൾ നല്ല സ്മാർട്ട് ആയിരിക്കും. എപ്പോഴാ വരുന്നത്? അതൊന്നും ചോദിക്കരുത്. പിള്ളേരും പിറങ്ങിണിയുമായിട്ട് എപ്പോഴും വന്നു പോയി പറ്റാവുന്ന സ്ഥലമല്ലല്ലോ. ഇവൻ ആ പെണ്ണമ്മയുടെ മോന് അവധിക്ക് വന്നതാ. അയ്യോ, അവൻ ബസ്സേ കയറി തന്നെ ഇഞ്ഞു പോരും. അപ്പൊ അവന് യാത്ര കുറവാനെ. ഉമ്മ എന്നാ വരട്ടെ എങ്കിലേ. എന്നാ ഞങ്ങള് ശരി. എന്നാ പിന്നെ പറഞ്ഞുട്ടിയേ. സാർ എന്താ ഇപ്പൊ ആലോചിക്കുന്നേ? ഞാൻ പറയട്ടെ, ഈ വീട്ടില് മക്കളും പേരക്കുട്ടികളും ഒരുപാട് ഒച്ചയും ബഹളവും അല്ലേ? എനിക്കൊരു മകനുണ്ട്, അവനൊരു മകളും ഉണ്ട്. ഇപ്പൊ 14 വയസ്സായി. എൻ്റെ പേരക്കുട്ടിയെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇനി സാറ് നഖം വെട്ടുമ്പോഴേ കുറച്ചു നേരം കാല് വെള്ളത്തിലിടണം. അപ്പൊ സ്മൂത്ത് ആയിട്ട് പോരും. എനിക്കാരും നഖം വെട്ടി തന്നിട്ടില്ല. പക്ഷെ അപ്പൻ്റെ നഖം ഞാൻ വെട്ടി കൊടുക്കുമായിരുന്നു.
വലിയ മീശയായിരുന്നു അപ്പന്. അത് ഞാൻ വെട്ടിക്കൊടുക്കും, ചെറിയ കത്രിക കൊണ്ട്. അപ്പനിങ്ങനെ പിള്ളാരെ പോലെ ഇരുന്ന് തരും. വലിയ മുഴങ്ങുന്ന ശബ്ദമായിരുന്നു അപ്പൻ്റേത്. ജോർജ് കുട്ടിയേ എന്ന് ഇവിടിരുന്ന് വിളിച്ചാ അങ്ങ് അടുക്കളയുടെ പുറകിൽ കേൾക്കും. അപ്പം വീണു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോന്നതാ ഡൽഹിയിൽ നിന്ന്. പിന്നെ ഞാൻ തിരിച്ചു പോയില്ല. അതുകൊണ്ട് എനിക്ക് വയ്യാണ്ടായപ്പോൾ എൻ്റെ മോനും അതുപോലൊക്കെ ചെയ്തോളണം എന്ന് ചിന്തിക്കുന്ന ഒരു പഴഞ്ചനല്ല ഞാൻ. എന്നാലും വരണ്ട, വിളിക്കണ്ട, എഴുതണ്ട. എന്നാലും അപ്പനെക്കുറിച്ചൊരു കൺസേൺ, ഒരു പരിഗണന എന്താ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലേ? പ്രായത്തിൻ്റെ ആണോ, അതോ സുഖമില്ലാത്തതുകൊണ്ട് തോന്നുന്നതാണോ, ഈഗോയാണോ, ഇനി പുതിയ ജനറേഷനെ മനസ്സിലാക്കാൻ വയ്യാത്തതുകൊണ്ടാണോ? എന്താ എന്താ കൊച്ചിൻ്റെ അഭിപ്രായം? ഉള്ള സൗകര്യം കെടുത്താൻ വരുന്നുണ്ട്. ഞാൻ മരുന്ന് കഴിച്ചിത്തിരി മയങ്ങാണെന്ന് പറ. ആ പെട്ടിയൊക്കെ എന്നിട്ട് അകത്തോട്ട് വെച്ചേക്കാം. ഇങ്ങോട്ട് കയറി വാ മോനെ. മോനെ കാണുമ്പോഴേ അപ്പന്റെ അസുഖം പാതി അങ്ങ് മാറത്തില്ലയോ? അപ്പാ Okay. Now show me. പ്രഷർ ഒന്ന് നോക്കണം. അമ്മച്ചി ആ ചെറിയ പെട്ടി ഒന്ന് എടുത്തേ. ഓ അതൊക്കെ നോക്കാൻ ഇനി സമയമുണ്ടല്ലോ. പാപ്പയോട് ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോൻ വന്നൊന്ന് കുളിച്ച് ആദ്യം വല്ലതും കഴിക്കാൻ നോക്ക്. പാവം ഇച്ചിരി നേരം കൂടെ കിടന്നോട്ടെ. വാ. ഓക്കെ അപ്പാ, ജസ്റ്റ് റിലാക്സ്. ഓക്കെ വാ. മോനെ നീ എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ വന്നല്ലോ, പറഞ്ഞില്ലേ? വെളുപ്പാൻ കാലത്ത് വന്ന് വിളിക്കണ്ടെന്ന് ഞാനാ പറഞ്ഞത്. അല്ലെങ്കിൽ സുഖമില്ലാതിരിക്കുക. മോൻ വാ. ഇതാ മോനെ ഞാൻ പറഞ്ഞ മറ്റേ സിസ്റ്റർ. ഓ ഹലോ. വാ. പാപ്പിയേ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ എടുത്ത് ഇതിനകത്തോട്ടിട്ട്. ഇത് മൂത്ത് തുടങ്ങി. ഈ പെണ്ണ് എവിടെ കൊണ്ടുപോയി വെച്ച്? ഇച്ചിരി അവനും കൂടെ കൊടുക്കടാ. എനിക്ക് വേണ്ട, എന്നിട്ട് വേണം കറിയിൽ ഉപ്പുമുളകും ഒക്കെ ജാസ്തി ആവാൻ. അയ്യടാ നിനക്കിപ്പോ സ്കോച്ച് തരാം. ഞാനേ അലക്സിന്റെ കാര്യാ പറഞ്ഞത്. അയ്യോ അളിയൻ ബിയറേ കഴിക്കൂ, നോ ഹോട്ട്. എന്നാ ഉണ്ട് അവന് കൊടുക്കാൻ അത്താഴത്തിന്? അടുക്കളയില് ശോശാമ്മച്ചേട്ടത്തിയും പാപ്പിച്ചേട്ടനോട് സ്പെഷ്യൽ ഏതാണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തിയേ അവനെന്താ എന്റെ അടുത്ത് വരാത്ത? സുഖമില്ലാത്ത ആളല്ലേ, റെസ്റ്റ് എടുത്തോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ മൂപ്പരും യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. എനിക്ക് കാണണ്ടേ അവനെ നല്ലോണം? എത്ര നാളായി കണ്ടിട്ട്? കാണണമെങ്കിൽ അങ്ങോട്ടും ചെല്ലാലോ. അങ്ങനെ ഒരു പേഷ്യന്റ് അല്ലല്ലോ സാറിപ്പോ. Mr. Harper? Yes, yes. You remember that site I told you about? Yes. You please check with that. Okay. No, just a mention teething problems. Yeah.
Okay. 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 I'll talk to you later. Okay. 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 Yeah. Okay. Bye. Bye. Yeah. Sure. I'll call you tomorrow. Okay. അപ്പാ നോക്കാം, ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ വെബ്സൈറ്റ്. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള കൊമോഡിറ്റിയാ ടൂറിസം. ആലപ്പുഴയിൽ ഇപ്പം അറയം പരയമുള്ള വീടുകളും വഞ്ചികളും വെരി മച്ച് ഇൻ ഡിമാൻഡ്. ഓക്കെ. ആൻഡ് ദെൻ പാലക്കാട് മറ്റേ പഴയ ഇല്ലംസ്, വീടുകൾ, ട്രഡീഷണൽ ഹൗസസ് അതൊക്കെ ചേഞ്ച് ആയില്ലേ? എൻ്റെ കോൺടാക്ട്സിൽ തന്നെ there are many Americans and also Europeans, even from the Middle East. But we have a small problem. Our approach road ശരിയല്ല, അതൊന്നും നന്നാക്കണം. പിന്നെ maybe, see, I'll show you. Kind of a swimming pool somewhere, a small swimming pool. Yeah. Appa, I think you're tired now. You go and sleep. I'll take a printout and show it to you tomorrow, okay? Go. ഇനി എനിക്കൊന്നും ആഗ്രഹിക്കാനില്ല പക്ഷേ ഒരുങ്ങാൻ സമയമായി എന്ന് മനസ്സ് പറയുന്നു. കണ്ണടയ്ക്കുമ്പോൾ ഒരു തരം കറുത്ത മൂടൽമഞ്ഞ് വന്നിങ്ങനെ പൊതിയുന്ന പോലെ. പക്ഷേ ഒരാഗ്രഹം ബാക്കിയുണ്ട്. കൊച്ചന്ന് പറഞ്ഞില്ലയോ, ബന്ധുക്കൾ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ പലരും കൊച്ചിൻ്റെ മടിയിൽ കിടന്ന് കണ്ണടച്ചിട്ടുണ്ടെന്ന്. അതുപോലെ എനിക്ക് അയ്യോ, മണി 12 സാർ കിടന്നല്ലോ, അല്ലെങ്കിൽ നാളത്തെ റുട്ടീനൊക്കെ തെറ്റും. കൊച്ച് ഒരു കാര്യം ചെയ്യേ, ഇന്നാളൊക്കെ എനിക്കൊരു ഗുളിക തരികയില്ലായിരുന്നു ഉറങ്ങാനുള്ളത്, അതേലൊന്നിങ്ങതാ. അല്ലാതെ എനിക്ക് ഉറങ്ങാൻ നോക്കുകയല്ല. എന്നാ ഒരു കാര്യം ചെയ്യേ, ഒരെണ്ണം കൊടുത്താ. ഇതുകൊണ്ട് കാര്യമില്ല. ഇതൊന്നും ശീലാക്കാതിരിക്കുന്ന നല്ലത്. ശീലമാക്കാനല്ലല്ലോ, എനിക്കിതൊന്നും ഉറങ്ങണ്ടേ. എന്നാ പകുതി മതി. പോയി കിടന്നു, രാവിലെ ഉണരുമ്പോൾ ഞാൻ വിളിച്ചോളാം. ഞാൻ രാത്രി ഇവിടെ ഇരിക്കണോ? ഏയ്, ഞാനിപ്പോ കിടന്നൊരു ഒറ്റ ഉറക്കാം. ആ കൊച്ചേ, കഥക് നല്ലോണം കുട്ടിയിട്ടോണം, ആ വൃത്തികെട്ടവൻ പോയിട്ടില്ല. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. മോനെ മോനെ, താമരയില്ല അവിടെ ചെല്ല്. Right. വേണ്ട, അവൻ സംസാരിച്ചോളൂ. Excuse me. Sit down. Please. Good. I know you've done a wonderful job. അപ്പനെ ഈ സ്റ്റേജിൽ എത്തിച്ചത് സിസ്റ്റർ ആണെന്ന് പലരും പറയുന്നത് കേട്ടു. I've got in touch with your institution. And I think you have 10 ദിവസം കൂടി ഉണ്ടല്ലേ? ഉണ്ട്. See, now Appan is okay. പിന്നെ ഞാനിവിടെ ഉണ്ട്. Being a doctor, I'll take care of him. So, I think you can go. Okay, now it's a bit late. ഒരു കാര്യം ചെയ്യാം, മോർണിംഗിൽ പോയാൽ മതി. നോട്ട് ഓൺലി ദാറ്റ്, എൻ്റെ കുറേ ഗസ്റ്റ് വരാനുണ്ട്, ഇതൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്യണം. Now you relax, okay? By the way, I have a small present for you. Take it. Good night.
ഇപ്പൊ ഒന്നും എടുക്കല്ലേ വെച്ചേ. ഞാൻ വിളിക്കാം ഓണരുമ്പോഴേ ഞാൻ വിളിക്കാം. നാളെ ആർക്കിടെക്റ്റിനും വരും. പ്ലാൻസ് എല്ലാം കഴിഞ്ഞു. ഓക്കെ, ഞാൻ വിളിക്കാം. അമ്മച്ചി ഇതെങ്ങനുണ്ട്? പിരിച്ചു നോക്ക്. മാറ് കൊള്ളാല്ലേ? ഇതെന്താ ഇത്? ഇവിടെ വെക്കാൻ കൊള്ളുകയല്ല. ഇല്ലേ, എന്നാ പിന്നെ ഇത് വെക്കാം. ഓ, ഈ കുന്ത ഇരിക്കത്തുമില്ല. പിടിച്ചു വെക്കടാ. അങ്ങോട്ട് എവിടെ പോവാ? സാറിനോട്. ഓ ഇനി ഇപ്പൊ പറയാനും കരയാനും ഒന്നും നിക്കണ്ടെന്നേ. മോൻ തഞ്ചത്തിന് അതിയാനോട് പറഞ്ഞോളൂ. സിസ്റ്റർ ഉള്ള നേരത്തെ പോവാൻ നോക്ക്. സാറിന്റെ ടാബ്ലറ്റ്സ് ഒക്കെ. ഓ, അതൊക്കെ ഇനി മോൻ നോക്കിക്കോളും. ഡോക്ടർ ഉള്ളപ്പോഴാ ഒരു ഹോം നേഴ്സ്. അതെ. ഇനി ഓർത്തോണ്ട് നിന്നാലേ വണ്ടി അങ്ങ് പോവേ. ഞാൻ വേണേ ഡ്രോപ്പ് ചെയ്യാം ബസ് സ്റ്റോപ്പിലേക്ക്. വേണ്ട വന്ന വഴിയൊക്കെ സിസ്റ്റർക്ക് അറിയാം കേട്ടോ. ഓ, ഒരു യാത്രയയപ്പുകാരൻ കിഴങ്ങ്. അയ്യോ, ഇതെങ്ങോട്ടാ ചായ പ്രാഞ്ചി? അതിനേതാണ്ട് വീട്ടിൽ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ എല്ലാം കെട്ടിപ്പറക്കി പോയെന്നേ. ആ പിശാച്ച് പോയെങ്കിൽ എങ്ങോട്ട് പോട്ടെന്നേ. ഇനി നമ്മുടെ മോനില്ലേ ഇച്ചായന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്നതായി ചായ? ഓ, ഇതിയാ നമുക്ക് പണിയുണ്ടാക്കും. കർത്താവേ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൻ ഇത് എന്ത് ഭാവിച്ച? അപ്പ, her duty is over. She has to join somewhere else. ആര് പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞെന്ന്? ഇനിയുണ്ടല്ലോ 10 ദിവസം. അതൊക്കെ നല്ല ഓർമ്മയാ. 3 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടല്ലോ. 3 മാസം ആക്കണ്ടേ? 365 ദിവസം ഇവിടെ തന്നെ നിന്നോട്ടെ. ഇവിടെ നിൽക്കുക കൊച്ചു, നീ ആരാ ചോദിക്കാൻ? അങ്ങനായി കാത്തിരുന്ന മോൻ വന്നപ്പോ അതിലല്ലേ പെണ്ണ് ഇറങ്ങിപ്പോയതില്ലേ ദണ്ണം ഇല്ലയോ? അയ്യേ, എന്തൊരു അമ്മച്ചി, അതെ അമ്മച്ചി ഒന്നും മിണ്ടാതിരിക്ക്. അത് ഞാൻ പറഞ്ഞോളൂ. അപ്പ, just be sensible and listen to me, okay?
ഇനി ഇങ്ങനെ ഒരു ഹോം നഴ്സിന്റെ ആവശ്യമില്ല. അപ്പന്റെ കാര്യത്തിൽ ചില ഡിസിഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പനകത്തേക്ക് വാ. ജസ്റ്റ് റിലാക്സ്. കം കം. എന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല. ആരോട് ചോദിച്ചിട്ടാ അവരെ പറഞ്ഞു വിട്ടത്? ഞാൻ പറഞ്ഞല്ലോ അപ്പ, now you are old and you are also a patient. There should be somebody to look after you. So I am here. ഇപ്പൊ അപ്പനെ വീട്ടിൽ താമസിപ്പിക്കണോ, സ്റ്റേറ്റ്സിൽ കൊണ്ടുപോകണോ, ഹോസ്പിറ്റലൈസ് ചെയ്യണോ, എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അപ്പൻ അനുസരിച്ചാ മതി. ഓക്കെ? Hey. Morning, Saipa. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തെ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടി നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ വാടിപ്പോകുന്നു എന്നും പാടി ഞങ്ങളെ കേൾപ്പിക്കണമേ.